പക്ഷെ അത്തരമൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതിന് വല്ല ജാള്യത അവർക്കുണ്ടായോ? ആ കൂട്ടുകെട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഒരു കാലം UDF ഭരിക്കുന്നു. RSS നേതാവ് UDFൻ്റെ മുഖ്യമന്ത്രിയെ ചൂണ്ടി പറയുകയാണ്, നിങ്ങളാ കസേരയിലിരിക്കുന്നത് 41 മണ്ഡലത്തിൽ ഞങ്ങൾ നൽകിയ പിന്തുണ കൊണ്ടാണെന്ന് ഓർക്കണമെന്ന്. അതല്ലേ കോൺഗ്രസിൻ്റെ അനുഭവം? എല്ലാ കാലത്തും ഇത്തരം ശക്തികളുമായി കൂട്ടുകൂടാനല്ലേ തയ്യാറായിട്ടുള്ളത്? ഇപ്പോൾ 2016 നേമത്ത് നിന്ന് BJP ജയിച്ചു വന്നല്ലോ. നിയമസഭയിൽ അക്കൗണ്ട് തുടങ്ങിയല്ലോ. എങ്ങനെയായിരുന്നു ആ അക്കൗണ്ട് തുടങ്ങിയത്? നിയമസഭയിൽ മത്സരം നടന്നപ്പോൾ ആ നിയമ സീറ്റിൽ കോൺഗ്രസിൻ്റെ വോട്ടിന് എന്ത് സംഭവിച്ചു? വലിയ ഇടിവല്ലേ കോൺഗ്രസിൻ്റെ വോട്ടിന് പറ്റിയത്? എന്നാൽ വേറൊരു മണ്ഡലത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് നേതാവിന് ജയിച്ചു വരാൻ വേണ്ടി ഉണ്ടാക്കിയ ഡീലായിരുന്നില്ലേ അത്? ആ ഡീലിൻ്റെ ഭാഗമായിട്ടല്ലേ അക്കൗണ്ട് തുറക്കാൻ BJPക്ക് കഴിഞ്ഞത്? അന്നത് വേണ്ടത്ര ആളുകൾക്ക് വ്യക്തമായിരുന്നില്ല. പിന്നീട് ഞങ്ങൾ പരസ്യമായ നിലപാടെടുത്തല്ലോ. 2021 പരസ്യമായി പറഞ്ഞല്ലോ, ഇവിടെ തുറന്ന അക്കൗണ്ട് ഇവിടെ തന്നെ പൂട്ടിക്കും എന്ന് നേമത്ത് വെച്ച് തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചല്ലോ. അങ്ങനെയല്ലേ അത് പൂട്ടിക്കുകയും ശിവൻകുട്ടി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത്? എന്ത് വൃത്തികേടും കാണിക്കാൻ മടിയില്ലാത്ത ഒരു കൂട്ടരാണ് ഈ പറയുന്ന കോൺഗ്രസ് എന്നത് ആർക്കും അറിയാത്തത്? ഇത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ കഥ. എന്താണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ അവസ്ഥ? എന്താണ് BJPയോട് അവർ സ്വീകരിക്കുന്ന നില? രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എത്ര കണ്ടാണ് BJPയുടെ B ടീമായി മാറുന്നത്? എല്ലാവരുടെയും ശ്രദ്ധയിലുള്ള കാര്യമല്ലേ?